സമര പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന ബീഡി മേഖലയുടെ കുതിപ്പും കിതപ്പും എല്ലാം കണ്ട ഒരാൾ ദിനേശ് ബീഡി കമ്പനിയുടെ പടിയിറങ്ങി. ബീഡി തെറുപ്പും പൊതുപ്രവർത്തനവും ജീവശ്വാസമാക്കിയ കാസർഗോഡ് നടക്കാവ് സ്വദേശിയായ ദാമോദരൻ ബീഡി തൊഴിലാളി മേഖലയിൽ അവശേഷിക്കുന്ന വിരലിൽ എണ്ണാവുന്ന പുരുഷ തൊഴിലാളികളിൽ ഒരാളാണ് ഇപ്പോൾ പടിയിറങ്ങിയത്. നടക്കാവിലെ ദിനേശ് ബീഡി കമ്പനിയിലേക്ക് ദാമോദരൻ പതിവ് പോലെ സൈക്കിൾ ചവിട്ടിയെത്തി. 3 പതിറ്റാണ്ടായി ബീഡി തെറുത്ത് ജീവിതം കൂട്ടിക്കെട്ടിയ ഈ മനുഷ്യന്റെ ബീഡി കമ്പനിയിലെ തൊഴിലാളി ജീവിതത്തിന് തിരശീല വീഴുകയാണ്. എല്ലാവരും കേരളീയ വേഷത്തിലാണ്. പേര് കേരളം എന്നാക്കി മാറ്റുന്ന നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കേരള എന്നത് മാറ്റി പകരം കേരളം ആക്കിക്കൊണ്ടുള്ള പേരുമാറ്റ ബില്ലിൽ രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയുടെ അഭിപ്രായം തേടും. ഇതിനുശേഷം തൊഴിലാളികൾക്ക് ഇലയും പുകയിലയും വിതരണം ചെയ്ത് ജോലി ആരംഭിച്ചു. പിന്നീട് അല്പസമയം പ്രിയപ്പെട്ട സഹപ്രവർത്തകരോടൊപ്പം ബീഡി തെറുപ്പ്. ബീഡി തെറുപ്പിൽ തുടങ്ങി ദിനേശിൽ നിന്ന് മേസ്ത്രിയായാണ് ദാമോദരൻ വിരമിക്കുന്നത്. കൗമാരത്തിൽ തുടങ്ങി 4 പതിറ്റാണ്ടിന്റെ ഓർമ്മകളാണ് ദാമോദരന്റെ മനസ്സിൽ ഇങ്ങനെ കെട്ടുകെട്ടുകളായി കിടക്കുന്നത്. 39 വർഷം ഞാൻ ഇവരെ കൂടെ ഉണ്ടായിന്. അപ്പോൾ എല്ലാ സുഖദുഃഖങ്ങളിലും ഇവർ മാത്രമാണ് എൻ്റെ ഒപ്പം ഉണ്ടായത്. ചെറിയ വരുമാനമാണെങ്കിൽ നമ്മളെ എപ്പോഴും നല്ല സന്തോഷത്തിലാണ്. പഴയ തലമുറ ഉണ്ടാക്കിയതിൻ്റെ ഗുണം അനുഭവിക്കുന്ന പുതിയ തലമുറയാണ്. നമ്മളെ വീട് തൊഴിലാളികളെ മക്കൾ തന്നെ ഇപ്പോൾ ഡോക്ടറായിട്ടുണ്ട്, എഞ്ചിനീയറായിട്ടുണ്ട്. അങ്ങനെ പല മേഖലയിൽ പണിയെടുക്കുന്ന അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടാണ് അവരെ മക്കളെ ഈ നല്ല നിലയിൽ വളർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വസ്ത്രധാരണത്തിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളെ ഒരു ഷർട്ട് 2 ദിവസം 3 ദിവസം, ഇപ്പം ദിവസം ഷർട്ട്. അതുപോലെ തന്നെ എല്ലാവരും സാരിയെല്ലാം ഇപ്പം എണ്ണിയാൽ തീരുവില്ല അവിടുത്തെ തൊഴിലാളികളുടെ സാരി. അപ്പോൾ അത്ര മാറ്റം വന്നിട്ടുണ്ട്. ബീഡി തൊഴിലാളി മേഖലയിലെ സ്നേഹത്തെയും കൂട്ടായ്മയെ പറ്റിയും അതിന് ദാമോദരൻ നൽകിയ നേതൃത്വത്തെക്കുറിച്ചും സഹപ്രവർത്തകർക്കും ഏറെ പറയാനുണ്ട്. എല്ലാവർക്കും വേണ്ടി ദാമ ആദ്യമായിട്ടും ഒരാന്തരിയായിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. അറിഞ്ഞറിയിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട സുഹൃത്തിന് ആശംസകൾ അറിയിക്കാനായി ചലച്ചിത്ര നടൻ PP കുഞ്ഞികൃഷ്ണനും ബീഡി കമ്പനിയിലെത്തിയിരുന്നു. ആര് സഹായിക്കാനും ചിലപ്പോൾ കീശയിൽ കാശില്ലെങ്കിലും പോയി ഇടപെടുന്ന ഒരാളാണ്. അത്രയധികം ഒരു ബന്ധമുള്ള ഒരാളാണ്. ആരംഭഘട്ടത്തിൽ ബീഡി മേഖലയിൽ പുരുഷ തൊഴിലാളികൾക്കായിരുന്നു മേൽക്കൈ. പിന്നീട് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി പലരും വഴിമാറി സഞ്ചരിച്ചതോടെ സ്ത്രീ തൊഴിലാളികൾ പരമ്പരാഗത തൊഴിൽ മേഖല കൈയടക്കി. ചെറുവത്തൂർ ദിനേശ് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിലെ അവസാനത്തെ പുരുഷ തൊഴിലാളിയായ ഇദ്ദേഹം വിരമിക്കുമ്പോൾ പുകച്ചുരുളുകളായി മാഞ്ഞു പോകുന്നത് ഒരു ചരിത്രം കൂടിയാണ്. ഇല്ല വരുമാനത്തോടെ നന്നായി ജീവിക്കാൻ വേണ്ടി പഠിച്ചവരാണ് വീട് തൊഴിലാളികൾ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഷാജു ചന്തപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. സാരംഗ് സുരേഷ് തന്നെ നമ്മുടെ കൂടെയുണ്ട്. സാരംഗ്, പോരാട്ടങ്ങളുടെ ഉൾപ്പെടെ വലിയ ചരിത്രം പറയാൻ പറ്റുന്ന ഒരു മേഖലയാണിത്. അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ ദാമോദരൻ എന്ന മനുഷ്യനെ കുറിച്ച് പോലും നമ്മൾ പറയുമ്പോൾ അത് ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുന്നു എന്ന് തന്നെയാണ്. കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും പഴക്കമുള്ള പരമ്പരാഗത തൊഴിലാളി മേഖലകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിൽ ഒന്നാണ് ബീഡി തൊഴിലാളി മേഖല എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു കാലത്തൊക്കെ തന്നെ പുരുഷന്മാരാണ്. ഇപ്പോൾ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ബീഡി തൊഴിലാളികളായിട്ടൊക്കെ തന്നെ ആ രീതിയിലേക്ക് പൊതുരംഗത്തേക്ക് വന്ന ആളുകളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ പുരുഷന്മാരുടെ എണ്ണം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ബീഡി തൊഴിലാളികളെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ പുരുഷന്മാരെന്ന് പറയുന്നത് ഏറെ വിരലിലെണ്ണാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ദാമോദരൻ അങ്ങനെയുള്ള വിരമിച്ചു പോകുന്ന ഒരു തലമുറയുടെ പ്രതിനിധിയാണ്. എന്തായാലും പുള്ളി ഏറെ സന്തോഷവാനാണ്. കാരണം അത്രത്തോളം തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ പറ്റി. അതുപോലെ തന്നെ തൻ്റെ സഹപ്രവർത്തകർക്കൊക്കെ തന്നെ തങ്ങളെ എത്ര അധ്വാനിച്ചാലും എത്ര വിയർപ്പൊഴുക്കി കഴിഞ്ഞാലും തങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ആശ്വാസവും സന്തോഷമൊക്കെ തന്നെ അവരുടെ മുഖത്ത് നമുക്ക് നിറഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്.
എന്തായാലും പുതിയ ഒരു മേഖലയിലേക്ക്, തൊഴിൽ മേഖലയിലേക്ക്, ഈ ഒരു തൊഴിൽ മേഖലയിലേക്കൊക്കെ തന്നെ ആളുകൾ കടന്നു വരില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി പുകവലിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറയട്ടെ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. പക്ഷെ എന്തായാലും ഒരു തൊഴിൽ മേഖല പൂർണ്ണമായി ഇല്ലാതാവുന്നു എന്നുള്ളൊരു കാര്യം തന്നെയുണ്ട്. കാരണം കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളുടെയൊക്കെ തന്നെ ഒരു മുഖമാണ് ബീഡി കമ്പനി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ഒരു പക്ഷേ ഇനി ഭാവിയിൽ ചരിത്രമായി മാറുന്ന സമയത്തൊക്കെ തന്നെ അതിനെ ചെറിയ രീതിയിലെങ്കിലും സംരക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ അതിനൊരു മ്യൂസിയം പോലുള്ള സംവിധാനത്തിലേക്കാക്കി മാറ്റാനെങ്കിലും നമ്മുടെ ഭരണാധികാരികൾ തയ്യാറാവണമെന്നുള്ള തന്നെയാണ്. എന്തായാലും ദാമോദരനെ പോലുള്ള ആളുകൾ ഒരു മാതൃക തന്നെയാണ്. കാരണം കൂടെയുള്ള എല്ലാ സഹപ്രവർത്തകരെയും സ്വന്തം പെങ്ങന്മാരായി കണ്ടിട്ട് ആ രീതിയിൽ പെങ്ങളെപ്പോലെ സ്നേഹിച്ച് അങ്ങനെ നിൽക്കുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ മേഖലകൾ, തൊഴിലിടങ്ങളാണ് നമ്മുടെ. കൂടെയുള്ള ഓരോരുത്തരും ആ അമ്മമാരൊക്കെ നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മേഖല പല മനുഷ്യരുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് ഇപ്പോഴും പലയിടങ്ങളിലും ചെന്നാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ ദാമോദരൻ എന്ന മനുഷ്യൻ പടിയിറങ്ങുകയാണ്. അപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുന്നു. എങ്ങനെയാണ് ആ മേഖലയിൽ താൻ നിന്നത്, ആ മേഖലയിലൂടെ താൻ എങ്ങനെയാണ് വളർന്നത്, സ്വന്തം വളർച്ച മാത്രമല്ല ഒപ്പമുള്ളവരെയെല്ലാം ചേർത്ത് പിടിച്ചത് എങ്ങനെയാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ദാമോദരനായാലും ഒപ്പമുള്ളവർക്കായാലും പറയാനുണ്ടാകും. അങ്ങനെ ഒരു വലിയ മനുഷ്യൻ പടിയിറങ്ങുകയാണ്. ശരി സാരംഗ്.